നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോഴും അതേ നേരത്തെ പോലെ ബൈ ഡിവൈഡിങ് ദ റേഞ്ച് ടു 10 ഈക്വൽ പാർട്സ്. കണ്ടു, ആ റേഞ്ചിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കണം എന്ന് അവർ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ എത്ര പാർട്സ് ആയിട്ടാണോ മുറിക്കണം എന്ന് പറയണേ അതാണ് നമ്മുടെ n വരിക. സോ എന്നിൻ്റെ വാല്യൂ 10 ആണ്. ഓക്കെ, നമ്മളോട് കാണാൻ പറയണത് എന്തിൻ്റെ വാല്യൂ ആ 0 to pi sin x dx കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ a ആക്കി എടുക്കേണ്ടത് ലോവർ ലിമിറ്റ് ആണ്, അത് 0 ആണ്. b ആക്കി എടുക്കേണ്ടത് പൈ ആണ്, അതാണ് അപ്പർ ലിമിറ്റ് വരിക. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? എച്ച് കാണാം, അഥവാ സ്റ്റെപ്പ് സൈസ് കാണാം. എച്ച് കാണാനുള്ള ഫോർമുല നേരത്തെ പറഞ്ഞിരുന്നു, ബി മൈനസ് എ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ബി എന്ന് പറഞ്ഞാൽ പൈ ആണ്, മൈനസ് 0 വരും, ബൈ എൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ പൈ മൈനസ് 0 എന്നൊക്കെ പറയുമ്പോൾ പൈ തന്നെ ഡിവൈഡഡ് ബൈ താഴത്തെ എന്തുണ്ട്? 10 ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എച്ചിൻ്റെ വാല്യൂ വരിക. എച്ച് എന്ന് പറയുന്നത് പൈ ബൈ 10, അഥവാ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് പൈ ബൈ 10 ആണ്. അവർ ഉപയോഗിക്കാൻ പറഞ്ഞാണ് മെത്തേഡ് ഏതാ? സിംപ്സൺസ് റൂൾ വെച്ച് ആൻസർ കണ്ടുപിടിക്കണം, പിന്നെ സാധാ ഇൻ്റഗ്രേഷൻ പോലെ ചെയ്തിട്ടും ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാലോ എന്തിനായാലും ഇവിടെ ടേബിൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പോലെ ടേബിൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഡെസിമൽ പോയിന്റ് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. മിനിമം ഒരു 5ഓ 6ഓ വരെ ഡെസിമൽ പോയിന്റ്സ് വെക്കുക. ഓക്കെ, ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ്സ് വേണം എന്നുള്ളത് ചോദിച്ചാൽ മിനിമം ഒരു 5 എണ്ണെങ്കിലും വെച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ പൈയുടെ വാല്യൂ ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ പൈയുടെ വാല്യൂ തെറ്റായിട്ടാവും വരിക. ശരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, ഈ ട്രിഗ്നോമെട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പൈ ആയാലും പൈ ബൈ 2 ആയാലും ഒക്കെ ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തോളണം? ഈ തന്നക്കൻ നമ്മുടെ കാൽക്കുലേറ്ററിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവണം. കാരണം അത് കാൽക്കുലേറ്റർ ഓട്ടോമാറ്റിക്കലി ഇരിക്കേണ്ടാവുക ഡിഗ്രിയിലാവും. അതിനെ റേഡിയനിലേക്ക് മാറ്റണം എന്നുള്ള ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഞാൻ ജസ്റ്റ് നോട്ടായിട്ട് എഴുതി തരുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്യുമ്പോഴും ഓർത്ത് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ടേബിൾ കണ്ടുപിടിക്കും, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതിക്കണ കാണാം എന്തെന്നാ? കൺവേർട്ട് ദി കാൽക്കുലേറ്റർ ടു റേഡിയൻ മെഷർ. അതായത് തന്ന കാൽക്കുലേറ്റർ, നമ്മുടെ കയ്യിലുള്ള കാൽക്കുലേറ്ററിനെ ട്രിഗ്നോമെട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ റേഡിയൻ മെഷറിലേക്ക്, അതായത് 0 to pi, പൈയുടെ വാല്യൂ ഒക്കെ വരുമ്പോൾ അതിനെ റേഡിയനിലേക്ക് മാറ്റിയിട്ട് വേണം ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ടേബിൾ കണ്ടുപിടിച്ചിട്ട് അത് സിംപ്ലിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ടേബിൾ കിട്ടണത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ടേബിൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ തൊട്ടുമ്പത്തേൽ പറഞ്ഞു. അതേ ലോജിക്ക് വെച്ച് നിങ്ങൾ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാനൊക്കെ പറയുമ്പോൾ സൈൻ എക്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടേബിൾ കിട്ടും. ആ കിട്ടുന്ന ടേബിൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണേ. അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ പറഞ്ഞ ലോജിക്ക് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ സെഷൻസിന് വരുമ്പോൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടേബിളിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. കാൽക്കുലേറ്ററിലിട്ട് വാല്യൂ കൊടുത്തിട്ട്, അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഇൻ്റർവെൽ 0 മുതൽ എവിടം വരെയാണ് പോയിരുന്നത്? പൈ വരെയാണ്. സ്റ്റെപ്പ് സൈസ് കിട്ടിയിരുന്നത് എത്രയാണ്? പൈ ബൈ 10, അത് വെച്ച് കിട്ടിയിരുന്നത് പൈ ബൈ 10 ആണ്. കണ്ടു, അപ്പോൾ 0 to pi എന്ന് പറയുന്ന ഇൻ്റർവെലിനെ പൈ ബൈ 10 വ്യത്യാസത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തപ്പോൾ പൈ ബൈ 10, 2 pi by 10, 3 pi by 10, അങ്ങനെ 9 pi by 10 എന്നുള്ള രീതിയിൽ 0 to pi എന്ന് പറയുന്ന ഇൻ്റർവെല്ലെ നമ്മൾ സ്പ്ലിറ്റ് ആക്കി എടുത്തു. ഇതൊക്കെ കാൽക്കുലേറ്റർ നമുക്ക് ചെയ്തു തരും. അത് ചെയ്യേണ്ട രീതിയാണ് ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നെ. ആ സെയിം ലോജിക്ക് ചെയ്യുക. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു, കാൽക്കുലേറ്ററിനെ റേഡിയൻ ആക്കിയിട്ട് വേണം ചെയ്യാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. അത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂസ് നിങ്ങളുടെ കയ്യിലൂടെ എടുക്കണ കാണാം, ശരിയല്ലേ? അപ്പോൾ ഈ എഴുതിയേക്കണ ടേബിൾ ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും ആദ്യം നിൽക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് എടുക്കണ്ടേ? വൈ നോട്ട് എന്ന് എടുക്കണ്ടേ, ശരിയല്ലേ? അപ്പോൾ ഈ വെരി ഫസ്റ്റ് വാല്യൂ വൈ നോട്ട് ആണ്. അതായത് ഈ 0 എന്ന് പറയുന്നതാണ് നിങ്ങളുടെ വൈ നോട്ട്. ഈ എഴുതി 3090 ആണ് y1 എന്ന് പറയുന്നത്. 5877 ആണ് y2 എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂസ് ജസ്റ്റ് ഒന്ന് അറിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എഴുതി വെക്കണത്. അപ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാനും എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഈ കിട്ടിയ വാല്യൂസൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്പർ ഇട്ട് എഴുതി കഴിഞ്ഞാൽ y0 മുതൽ നേരത്തെ പോലെ തന്നെ ഇത് എവിടം വരെ പോകുന്നുണ്ട്? y10 വരെയാണ് പോണത്. ഓക്കെ, ഇവർ ഈ ക്വസ്റ്റ്യനിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കണേന്ന് അറിയാലോ? സിംപ്സൺസ് റൂളാണ് അല്ലേ? അപ്പോൾ സിംപ്സൺസ് റൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സിംപ്സൺസ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ ഫോർമുല ഇൻ്റഗ്രൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇൻ്റഗ്രൽ ഓവർ 0 to pi sin x dx ഇവാലുവേറ്റ് ചെയ്യാനാണ്. സിംപ്സൺസ് റൂൾ പറയണത് എന്താ? h/3 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ വരിക? ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും y വാല്യൂസ് ആഡ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി y0 പ്ലസ് ഇവിടുത്തെ ലാസ്റ്റ് y വാല്യൂ എന്ന് പറയുന്നത് y10 ആണ്.
പ്ലസ് പിന്നെ നമ്മൾ എന്ത് എഴുതണ്ടേ 2 ഇൻറ്റു ഈവൺ സഫിക്സ് വരുന്ന ആൾക്കാർ, അതായത് y2, അതായത് ഫസ്റ്റും ലാസ്റ്റും വാല്യൂസ് ഒഴിവാക്കുക, y0ഉം y10 എടുക്കണ്ട, ബാക്കിയുള്ള ഈവൺ സഫിക്സ് വരുന്ന ആൾക്കാരെല്ലാം പിടിച്ച് കൂട്ടിയിട്ട് അതിനൊക്കെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് y2 y4 y6 y8 ഹോൾ ഇൻറ്റു 2 എഴുതുക. പ്ലസ് പിന്നെയോ 4 ഇൻറ്റു ആരെ എഴുതണ്ടേ ഓഡ് സഫിക്സ് വരുന്നത്, അതായത് y1 y3 y5 y7 ആൻഡ് y9 ഇവരെല്ലാം ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ കിട്ടിയ വാല്യൂസ് ഒക്കെ പിടിച്ച് ആഡ് ചെയ്തിട്ട് h/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ വാല്യൂ കിട്ടും. ശരിയല്ലേ? എച്ചിൻ്റെ വാല്യൂ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. എച്ചിൻ്റെ വാല്യൂ എത്രയായിരുന്നു ഇവിടെ? π/10 ആണ് എച്ചിൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ എച്ച് എന്ന് പറയുന്നത് π/10 ആണ്. ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ വാല്യൂവും ഇട്ട് കൊടുക്കണ കാണിക്കണില്ല. y0 എന്ന് വെച്ചാൽ 0 ആണ്, y10 എന്ന് പറഞ്ഞാലും 0 ആണ്. പ്ലസ് 2 ഇൻറ്റു y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കൊടുക്കണം, y2 എന്ന് പറയുന്നത് 0.5877 ആണ്. പ്ലസ് y4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.9510 ആണ്. അങ്ങനെ y8 എന്ന് പറയുന്ന വാല്യൂ കൂടി കൊടുക്കണം. ജസ്റ്റ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. 0.5877 ഉണ്ട്. ഇതേപോലെ പ്ലസ് നമ്മൾ 4 ഇൻറ്റു എന്ത് ചെയ്യുക y1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 0.3090. ഇതുപോലെ y3ഉം y5ഉം y7 ഒക്കെ കൊടുക്കുക കറക്റ്റായിട്ട്. കൂടെ y9 ഇവിടെ അതുണ്ട്. എത്രയാണ്? 0.3090 ഒക്കെ തന്നെയാണ്. അപ്പോൾ കാൽക്കുലേറ്റർ ഈ വാല്യൂ കൊടുക്കുമ്പോൾ ഇതേ നോക്കി തെറ്റാണ്ട് കൊടുക്കണം കേട്ടോ. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഇങ്ങനെ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷനൊക്കെ ഈ രീതിക്ക് ചെയ്താൽ കിട്ടുന്ന ആൻസർ 2.00091 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ഇതേതാ? സിംപ്സൺസ് റൂൾ വെച്ച് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരുന്നു ഇതിനെ ആക്ച്വൽ കാൽക്കുലേഷൻ വഴി വെരിഫൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് സാധാരണ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ അറിയാലോ. അതായത് 0 to π sin x dx എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം sin എക്സിനെ വെറുതെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താ? മൈനസ് കോസ് എക്സ് ആണ്. ലിമിറ്റ് വരിക 0 to π ആണ്. അപ്പോൾ അതൊക്കെ കൂടെ എഴുതി വെക്കുക. ഇനി എന്ത് ചെയ്യാം? ഈ നെഗറ്റീവിനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് കൊടുക്കാം. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കോസ് പൈ മൈനസ് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കോസ് 0. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവ് അവിടെ തന്നെ നിന്നോട്ടെ. കോസ് പൈ -1 ആണ്, കോസ് 0 1 ആണ്. -1 വിൽ ബി -2 ഇൻറ്റു ഈ പുറമേലത്തെ മൈനസും കൂടി ആകുമ്പോൾ അത് +2 ആയി. കണ്ടു? അപ്പോൾ ഈ ചെയ്തത് നമ്മളെന്താ ആക്ച്വൽ കാൽക്കുലേഷൻ നമ്മൾ സാധാരണ ചെയ്യണ ഇൻ്റഗ്രേഷൻ പോലെ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? 2. കറക്റ്റ് 2 എന്ന് കിട്ടി. ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷൻ അഥവാ സിംപ്സൺസ് 1/3 റൂൾ വെച്ച് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് 2.00091 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനായിട്ട്. ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് ലോഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ സെയിം പരിപാടി തന്നെയാണ്, പക്ഷേ അതിലൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ടേബിൾ കണ്ടുപിടിക്കണതും വാല്യൂ ചെയ്യണതൊക്കെ നിങ്ങൾ ചെയ്യണം. അതിലെ പ്രത്യേകത എന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഹോംവർക്കായി ചെയ്യേണ്ടത് കേട്ടോ. അതായത് എന്തെന്നാ? ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 4 to 5.2 log x dx യൂസിങ് ഏതൊക്കെ റൂളാണ്? സിംപ്സൺസ് റൂളും പറയുന്നുണ്ട്, ട്രപ്പീസോയിഡൽ റൂളും പറയുന്നുണ്ട്. രണ്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം നിങ്ങൾ എന്നും എയും ബിയും എന്താണെന്ന് നോക്കണം. ശരിയല്ലേ? പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ എന്ന് പറയുന്ന ഒരാൾ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഇൻ്റർവെല്ലിനെ എങ്ങനെ മുറിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കട്ട് ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ തരാത്തത് കൊണ്ട് തന്നെ എച്ച് കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം എച്ചിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചാണത് B-A/N എന്നാണ് പഠിച്ചാണ് അല്ലേ? ഇതിലെ എൻ നമുക്ക് അറിയില്ല ഈ ക്വസ്റ്റ്യനിൽ. അതാണ് കുഴപ്പം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോജിക്കലി കറക്റ്റ് എന്ന് തോന്നുന്ന ഒരു എച്ചിൻ്റെ വാല്യൂ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 4 തുടങ്ങി 5.2 വരെയാണ് പോകേണ്ടത്. ഈ 4 to 5.2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ പരമാവധി കട്ട് ചെയ്യണ രീതിയിൽ എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 0.1 എടുക്കാം എച്ചിനെ. എച്ച് 0.1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർവെല്ല് 4 കഴിഞ്ഞാൽ 4.1 4.2 4.3 അങ്ങനെ പോകണ രീതിക്ക് എടുക്കാം. തെറ്റൊന്നുമില്ല. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ 0.1 എടുത്താൽ 4 4.1 4.2 4.3 അങ്ങനെ എടുക്കാം. ചെയ്യാൻ പറ്റും. ആൻസറും കിട്ടും. കുഴപ്പമൊന്നുമില്ല. ഞാൻ തൽക്കാലം എടുക്കാൻ പോണത് എച്ചിൻ്റെ വാല്യൂ എന്തെന്നാ 0.2 എന്നാണ്. ഓക്കെ, പരമാവധി ഇൻ്റർവെല്ലുകളുടെ ലെങ്ത് ഇതിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും നമ്മുടെ ആൻസറിൻ്റെ അക്യുറസിയും കൂടുകയാണ് ചെയ്യുക കേട്ടോ. അതായത് ഇപ്പോൾ 4.1 4.2 4.3 എടുക്കുമ്പോൾ കിട്ടുന്ന അക്യുറസി കൂടുതലായിരിക്കും ഏതിനേക്കാളും. ഞാനിപ്പോൾ എടുത്ത എച്ച് 0.2 എടുത്തതിനേക്കാളും. അപ്പോൾ ഇവിടെ എച്ച് 0.2 എടുക്കാനുള്ള കാരണം പറഞ്ഞാൽ മനസ്സിലായല്ലോ. സിൻസ് നമുക്കിവിടെ എന്ത് തന്നിട്ടില്ല?
എൻ ഇസ് നോട്ട് ഗിവൺ, എന്നിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഒരു ശരിയെന്ന് തോന്നുന്ന ഒരു വെച്ചിൻ്റെ വാല്യൂ നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യുക. അത് പ്രോപ്പറായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ 0.5 ഒന്നും കൊടുക്കരുത്. അതായത് ഇവിടെ നോക്കൂ, നിങ്ങളിപ്പോൾ 4-ൻ്റെയും 5.2-ൻ്റെയും കേസിൽ H 0.2 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ എന്താ വരിക, 4 കഴിഞ്ഞാൽ 4.2, പിന്നെ 4.4 വരും, പിന്നെ 4.6 വരും. അങ്ങനെ അത് കറക്റ്റ് 4.8, 5, പിന്നെ എന്ത് വരും 5.2. കണ്ടു, കറക്റ്റ് ആ എൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. 4-ൽ നിന്ന് തുടങ്ങി കറക്റ്റ് എവിടെ അവസാനിക്കുന്നുണ്ട്, 5.2-ൽ അവസാനിക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, അപ്പോൾ H കിട്ടിക്കഴിഞ്ഞാൽ ഇനി എളുപ്പമല്ലേ, കാൽക്കുലേറ്റർ വെച്ചിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ പോലെ ടേബിളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട് അയച്ചു തരുമ്പോൾ ഇതിൻ്റെ ആൻസർ അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് ശ്രദ്ധിക്കേണ്ടത് എന്താ, എന്നെ തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ H നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ഒരു നല്ല വാല്യൂ എടുക്കുക. കറക്റ്റ് 4-ൽ തുടങ്ങി ഈ അപ്പർ ലിമിറ്റിൽ അവസാനിക്കുന്ന രീതിയിൽ ഞാൻ H എന്തെടുത്തു, 0.2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് തൊട്ടുമുമ്പ് ചെയ്ത പോലെ ടേബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. എന്നിട്ട് സിംപ്സൺസ് റൂളും ട്രപ്പീസോയിഡൽ റൂളും വെച്ച് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ നോട്ട് സ്കാൻ ചെയ്ത് അയച്ചു തരുമ്പോൾ അതിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടാവും. ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അതൊന്ന് ഇവാലുവേറ്റ് ക്രോസ് ചെക്ക് ചെയ്തോളൂ കേട്ടോ, നിങ്ങൾക്ക് ആൻസർ തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കണത്. അടുത്ത സെഷനിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ.